सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं। मूगं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। ഹരിയോ, ഏവർക്കും നമസ്കാരം. നമ്മൾ ഭഗവത്ഗീത കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ തുടങ്ങിയത് കുറച്ച് നാളായല്ലോ. അപ്പൊ അതിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു റീക്യാപ്പ് ഒരു 10 മിനിറ്റിൽ ഒരു 5 മിനിറ്റിൽ ഒരു റീക്യാപ്പ് നമുക്ക് കാണാം. അതിനുശേഷം ഇന്നത്തെ വിഷയം കാണുകയും ചെയ്യാം. അപ്പം ഗീതയുടെ ആമുഖം നമ്മൾ കണ്ടു. എന്താണ് ഗീത, എന്തിനാണ് ഇത്യാദി കാര്യങ്ങൾ കണ്ടു. എന്തിനാണ് ഗീത പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗീത പഠിക്കുന്നില്ല, ഭഗവത്ഗീത നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളത് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയണം. എന്താണ് പരമ പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു തിയററ്റിക്കൽ അറിവിന്റെ പുറത്ത് പറയുക അല്ലാതെ നമുക്ക് അറിയണം എന്താണ് ദുഃഖം ഇല്ലാതെയാക്കുക, ദുഃഖ നിവൃത്തിയാണ് എന്ന്. ഈവൻ ആ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത് പോലും അങ്ങനെയാണ്. വളരെ ദുഃഖത്തില് ഇരിക്കുന്ന ഒരാളെ ദുഃഖത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ഭഗവത്ഗീതയിൽ കൂടെ ചെയ്യിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അർജുന വിഷാദ യോഗമൊക്കെ നമ്മൾ കണ്ടത്, നമ്മൾ കണ്ടുപോയ കാര്യങ്ങളാണ്. അപ്പൊ അർജുനൻ വിഷാദവുമായിട്ട് യോഗം ചെയ്യുന്നതും ആ വിഷാദം അർജുനന് യോഗമായിട്ട് ഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം സത്യത്തിൽ എന്തിനാ ഭഗവത്ഗീത പഠിക്കുക എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എന്താ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുക. എങ്ങനെ ദുഃഖിക്കാതിരിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ വഴിയെ കാണും. പിന്നെ എന്താണ് യഥാർത്ഥ സുഖം, ആനന്ദം എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പതിയെ പതിയെ കാണുന്നുണ്ട്. അപ്പം ഈ വിഷാദം ഇല്ലാതാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് വിഷാദത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ വിഷാദവുമായിട്ട് ചേരുന്നതിനെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നെ നമ്മൾ അതിനെ കുറച്ചും കൂടി ആഴത്തിൽ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഈ വിഷാദത്തിനുള്ള കാരണം എന്താണ് എന്ന് നോക്കി. വിഷാദത്തിനുള്ള കാരണം മോഹമാണ്, അറിവില്ലായ്മയാണ്, ബോധമില്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖത്തിന് കാരണം. അപ്പം ഏത് തരം അറിയില്ലായ്മ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് എന്താ പലതരത്തിലും, അതായത് ആത്യന്തികമായിട്ടുള്ള അറിവിനെ പറ്റിയൊന്നും അല്ല. പിന്നെന്താണ്, ചിലപ്പം എങ്ങനെ ആഹാരം മേടിക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെ ആഹാരം പാചകം ചെയ്യണം എന്നുള്ളതെല്ലാം അറിവില്ലായ്മ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള അറിവില്ലായ്മ ബുദ്ധിമുട്ടുണ്ടാക്കാം. അങ്ങനെ വ്യാവഹാരിക തലത്തിലുള്ള അറിവില്ലായ്മ പ്രശ്നമാണ്. അതിനേക്കാൾ ഉപരി നമ്മളിവിടെ കാണുന്നത് എന്താണ്, ആത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണമായിട്ട്
പ്രധാനമായിട്ടുള്ള ആ ഒരു അജ്ഞാനം, ആ അജ്ഞാനത്തിന് ഇല്ലാതെയാക്കാൻ പരമപ്രധാനമായിട്ടുള്ള ജ്ഞാനം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിലും പറയാം. എങ്കിലും പറഞ്ഞ ആകത്തുക എന്താണ്? നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പൊ ഈ ദുഃഖമില്ലാതെ ആക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല, ജ്ഞാനം, അറിവ് കിട്ടിയാലേ ദുഃഖം മാറുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പ്രസക്തമാകുകയും ചെയ്യുക. ഇനി നമ്മൾ പതുക്കെ ഈ ഒരു അറിവിലേക്ക് കടന്നു. അതാണ് സാഖ്യയോഗത്തിൽ കൂടെ. അപ്പൊ ദുഃഖം ഉണ്ട്, ആ ദുഃഖത്തിനെ ഇല്ലാതെയാക്കാൻ അറിവാണ് വേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഈ അറിവിലേക്ക് കടക്കുകയാണ് സാഖ്യയോഗത്തിൽ കൂടെ ചെയ്തത്. സാഖ്യയോഗത്തിൽ ഭഗവാൻ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആ ഒരു ആത്മജ്ഞാനത്തിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് പതുക്കെ 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 താഴോട്ട് ഇറങ്ങി വന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് കർമ്മയോഗത്തിനെ പറ്റി ഭഗവാൻ വിശദീകരിച്ചു. കാര്യം നമ്മൾ ഓരോരുത്തരും കർമ്മയോഗത്തിൽ കൂടാണ് മുന്നോട്ട് പോകേണ്ടത്. കാര്യം എന്താ? കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഴുക്കാണ്, അല്ലെങ്കിൽ ആ വാസനാ മാലിന്യങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മുടെ രാഗദ്വേഷമാണ്, അതല്ലെങ്കിലോ നമ്മുടെ സ്വാർത്ഥതയാണ്. വാസനാ മാലിന്യം കാണാൻ പറ്റില്ല, രാഗദ്വേഷം നമുക്ക് മനസ്സിലാതെ അറിയാൻ പറ്റും, സ്വാർത്ഥതയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് വെച്ചാൽ പല ഗ്രേഡാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്വാർത്ഥതയാണ് നമ്മുടെ ദുഃഖത്തിനുള്ള വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോസ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉറപ്പാണ് വിഷമത്തിന്റെ പുറകിലേക്ക് നമ്മൾ കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്വാർത്ഥതയും ഒട്ടലും ഉണ്ടോ അത്രത്തോളമാണ് നമുക്ക് ദുഃഖം. അപ്പം ഈ സ്വാർത്ഥത ഇല്ലാതെയാക്കാൻ നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മത്തിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തുടക്കത്തില് ആധ്യാത്മിക പാതയില് ആദ്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മയോഗത്തിനെ പറ്റി ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. ആദ്യം ജ്ഞാനയോഗം പറഞ്ഞു, പക്ഷെ അർജുനൻ ചെയ്യേണ്ടതും കൂടുതൽ ആളുകൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കർമ്മയോഗത്തിനെ വളരെ ഗംഭീരമായിട്ട് 2ാം അധ്യായത്തിൽ വിശദീകരിച്ചു. എന്നിട്ടോ വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിയ ഒരു സ്ഥിതപ്രജ്ഞനെ പറ്റിയും ആ മോക്ഷം നേടിയ ആളെ പറ്റിയും ഭഗവാൻ സൂചിപ്പിച്ചു. ഭഗവത്ഗീത തീർന്നു അവിടെ. പക്ഷെ അർജുനന് വീണ്ടും സംശയം ഉണ്ടായി. ഈ കർമ്മം ചെയ്യേണ്ട കാര്യം എന്നാ, ഈ കർമ്മയോഗം ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വീണ്ടും സംശയം ഉണ്ടായി. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? വളരെ ലോജിക്കലി അർജുനന്റെ ആദ്യം മോക്ഷത്തിനെ പറ്റിയിട്ടുള്ള ധാരണയെ തിരുത്തി. പണിയൊന്നും എടുക്കാതിരിക്കുന്നതല്ല മോക്ഷം എല്ലാം ഉള്ള രീതിയിൽ അർജുനന്റെ ആ മോക്ഷത്തിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിനെ പറ്റിയിട്ടുള്ള അർജുനന്റെ തെറ്റിദ്ധാരണയെ മാറ്റി ഒന്ന്. അതിനുശേഷം കർമ്മയോഗം എന്താണെന്ന് ആദ്യം തിയററ്റിക്കലി വെച്ചു കൊടുത്തു. എന്താ കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യം. എന്താണോ നിന്റെ ഡ്യൂട്ടി അത് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ് കർമ്മയോഗം. ഇല്ലെങ്കിൽ പണി മേടിക്കും എന്നുള്ള കാര്യം പറയും. നീ തെറ്റായ വഴിക്ക് പോകരുത് എന്നുള്ളൊരു അലേർട്ട് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ കോഷൻ. അതിനുശേഷം ഭഗവാൻ എന്താണ് ആവശ്യകതയെ പറ്റി, കർമ്മയോഗത്തിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. അതായത് ഈ ലോകത്തില് നമ്മൾ സഹവർത്തിത്വത്തോടു കൂടി നിൽക്കണം, ആ രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും, ഈ ഒരു നിസ്വാർത്ഥ ഭാവം നമ്മളെ എങ്ങനെ ഉയർത്തും, അത് എത്രത്തോളം ആവശ്യമാണ് ഈ ലോകത്തിൽ നിൽക്കാൻ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട് എന്നുള്ള കാര്യം കാണിച്ചത്. അതിനുശേഷം സ്പെസിഫിക്കലി അർജുനൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത്, ഇവിടെ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ ഭഗവാൻ വിശദീകരിച്ചു. അതിനുശേഷം വീണ്ടും 3-ാം അധ്യായത്തില് 30-ാമത്തെ ശ്ലോകത്തില് കർമ്മയോഗത്തിന് എന്ത് ചെയ്തു? അതിനെ സമ്മപ്പ് ചെയ്തു. ഓക്കെ, ഇതിപ്പം കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചില ആൾക്കാർ ഇതൊന്നും കേട്ടിട്ടില്ലായിരിക്കും. ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് കാരണം ഞാൻ ഈ പറഞ്ഞതിന്റെ കണക്ഷൻ ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കും. കുഴപ്പമില്ല, ഇതിപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ, ഒന്നുകൂടെ നോക്കിയാൽ മതി. ഈ രീതിയിലാണ് തോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇതല്ലേ ഇന്ന് പറയാനുള്ള കാരണം എന്നാ? അതിനൊരു കാരണമുണ്ട്. ഓക്കെ, അത് അവസാനം പറയാം. ഓക്കെ, എന്നിട്ടോ അതിനുശേഷം ഭഗവാൻ അടുക്കെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്തില്ലേലുള്ള പ്രശ്നം എല്ലാം പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം?
അല്ലെങ്കിൽ അതിനു മുമ്പ് കർമ്മയോഗത്തിനെ ഭഗവാൻ വളരെ പ്രാക്ടിക്കലി, അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ എന്താ ഒരു നമ്മൾ പറയാറില്ല, ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എന്നുള്ള രീതിയിൽ കർമ്മയോഗത്തിനെ ഭഗവാൻ സമ്മപ്പി. എന്താ സമ്മപ്പിക്കുക? ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മ ഭയാവഹ. അതായത് നമ്മൾ അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈശ്വരാത്മബുദ്ധി പ്രസാദബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ കർമ്മയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യം, അത് ഭഗവാൻ പ്രാക്ടിക്കലി ഏറ്റവും അവസാനം സമർപ്പ ചെയ്യുന്ന കാര്യം ഇതാണ്: എടാ, നിന്റെ പണി നീ എടുക്കണം. അതാണ് പോയിന്റ്. അതായത് നന്നായി അനുഷ്ഠിക്കപ്പെട്ട വേറൊരാളുടെ കർമ്മത്തിനേക്കാൾ എന്തും കൊണ്ടും മികച്ചതാണ് എന്താ, അത്രത്തോളം ഗംഭീരമല്ലെങ്കിലും ഗുണമില്ലാത്തതാണെങ്കിൽ കൂടെ സ്വധർമ്മം ചെയ്യുന്നു. കാര്യം സ്വധർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടുള്ള മരണം പോലും ശ്രേയസ്സാണ്, പരധർമ്മം ഭയത്തിന് ഉണ്ടാകും. ഈ പോയിന്റോടുകൂടിയാണ് ഭഗവാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിപ്പം ബ്രഹ്മചാരിയായിട്ടുള്ള സുധീർ ചൈതന്യം വളരെ ഗംഭീരമായിട്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിലും എന്താണ് ആ പണിക്ക് പോകാതെ അത്ര വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഭഗവത്ഗീത പഠിപ്പിക്കുന്നതാണ് മികച്ചത്. ആർക്ക്? എനിക്ക്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്. കാര്യം എന്താ? കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയം പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഇടപെടുന്നതെന്ന് വെച്ചാൽ അതെന്റെ രാഗദ്വേഷങ്ങൾ കാരണം. ഞാൻ അതിന് ചിലപ്പോൾ ഗംഭീരമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനെ പറ്റിയൊക്കെ ഞാൻ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അതെന്റെ സ്വധർമ്മമല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കൂടുതൽ വാസനകളെ നടക്കുന്നുണ്ടായിരുന്നു. ഈ വാസനകളെ ഇല്ലാതെയാക്കി, ആ രാഗദ്വേഷങ്ങളെ ഇല്ലാതെയാക്കി, സ്വാർത്ഥതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഈ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത്. വീണ്ടും ആ വാസനയുടെ ചക്രത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ആളുടെ ധർമ്മം ചെയ്യാതിരിക്കുക, സ്വന്തം ധർമ്മം അതിനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ ഗ്രാമ്യ ഭാഷയിൽ പറയുന്നത്, നീ നിന്റെ പണി എടുക്കണം. വേറെ ആൾക്കാരുടെ പണി നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും നീ അതേ പിടിക്കട്ടെ. എന്താണോ നിനക്ക് വിധിച്ചിട്ടുള്ളത് ആ പണി നീ കൃത്യമായിട്ട് എടുക്കുക. അത് നിന്നെ ഉയർത്തും എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് ചില സമയത്ത് പറയാറില്ലേ, വർക്ക് ഈസ് വർഷിപ്പ് എന്നെല്ലാം പറയാറില്ലേ? അത് ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നതാണ്. എപ്പോഴാണ് നമ്മുടെ ജോലി അത് ആരാധനയാകുന്നത്? നമ്മൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉയരുമ്പോഴാണ്. കർമ്മയോഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഉയരും. ആ സമയത്ത് നമ്മുടെ കർമ്മം എന്താണ്? അത് എന്ത് തന്നെ കർമ്മം ആയിക്കോട്ടെ, അത് നമ്മൾ ഉയർത്തും. ഇത് കഴിയുമ്പോൾ അർജുനൊരു ചോദ്യം ചോദിക്കും. ഇവിടെ തൊട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 3-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യും. എന്താണ്? അർജുനൻ ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ, ഈ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ വേണ്ടാന്ന് വെച്ചാൽ ആരാണ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്? നമുക്കങ്ങനെ തോന്നില്ലേ? എനിക്കറിയാം ഇതൊന്നും ശരിയല്ല എന്നറിയാം, എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ, ഈ മനുഷ്യൻ വേണ്ടാന്ന് വെച്ചാൽ ഇച്ഛിക്കുന്നില്ല എങ്കിൽ കൂടെയും ആര് നീ പറഞ്ഞിട്ടാണ് ബലാൽ നിയോഗിക്കപ്പെട്ടതുപോലെ ഈ പാപം ചെയ്യുന്നത് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. ഇപ്പൊ കർമ്മയോഗമൊക്കെ കഴിഞ്ഞു, അവിടെ മാറ്റി വെച്ചിരിക്കുക. പക്ഷെ വീണ്ടും അർജുനൻ ഒന്നുകൂടെ ചോദിക്കണം, എനിക്ക് ടെക്നിക്കൽ സാധനങ്ങളൊന്നും വേണം, നേരെ സ്ട്രെയിറ്റ് ഉത്തരം വേണം. എന്താണ് എന്നെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്യിക്കാനുള്ള കാരണം? അപ്പൊ അങ്ങയുടെ രീതിയിൽ, അങ്ങ് പറയുന്ന രീതിക്കാണെങ്കിൽ ഞാൻ എന്താണ് യുദ്ധം ചെയ്യാതെ വിഷമിച്ചുകൊണ്ട് വിടിരിക്കുന്നുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ്? എനിക്കറിയാം യുദ്ധം ചെയ്യേണ്ടതാണ് എന്റെ ധർമ്മം എന്നല്ല എനിക്കറിയാം, എങ്കിലും ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഈ കുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാരാണെങ്കിൽ വേറൊരാൾക്ക് അനിഷ്ടമായിട്ടുള്ള ദോഷമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇപ്പൊ ചിലപ്പോൾ എനിക്ക് നല്ല സുഖവും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ കൂടിയും ഭാവിയിൽ എനിക്ക് ദുഃഖം ഉണ്ടാകുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ചോദ്യത്തിന് നോക്കിക്കാണാം. അതായത് വേണ്ടാന്ന് വെച്ചാലും എന്താണ് ഞാൻ ചെയ്യുന്നത്? വേണ്ടാന്ന് വെച്ചാൽ ആരാണ് നമ്മളെ കൊണ്ട് നിർബന്ധം ചെയ്യുന്നത്?
ഭഗവാൻ കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഉത്തരം കൊടുക്കും. പറയും 37ാമത്തെ ശ്ലോകത്തിൽ പറയും, കാമേഷ ക്രോധേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനോ. ഭഗവാൻ പറയും ആ വിനാശകാരി നമ്മളെ പ്രശ്നത്തിലേക്കൊക്കെ നയിക്കുന്നവൻ രജോഗുണത്തിൽ നിന്നുണ്ടായത്, രജസിന്റെ ഫലമായിട്ടുണ്ടായതും തിന്നിട്ടും ആർത്തി തീരാത്തതും പാപസ്വഭാവിയുമായ കാമം. നമ്മുടെ ആഗ്രഹങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാമം. ഓക്കെ, ഈ കാമം എന്താണ്? ക്രോധവുമാകും. യേശഃ ക്രോധ. ഈ കാമമാണ് നമ്മളെ ക്രോധത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു അല്ലേ, 2ാം അധ്യായം കണ്ട സമയത്ത് ആ ഒരു വീഴ്ചയുടെ പടികൾ നമ്മൾ കണ്ടായിരുന്നു. ഇതിനെ ഇവിടെ നല്ലത് ചെയ്യുന്നതിൽ ശത്രു എന്നറിയാം. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പുറകിലോട്ട് വലിക്കുന്നത്, അതാണല്ലോ ശത്രു. ഓക്കെ, ആ നല്ലത് ചെയ്യലിൽ നിന്ന് നമ്മളെ തടയുന്ന ശത്രു ആരാണ്? നമ്മുടെ കാമമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ആ ഒരു ടോക്കുകളൊന്ന് കേട്ട് നോക്കിയാൽ നന്നായി. ഭഗവാൻ 3ാം അധ്യായം പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 3ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ അർജുനനെ വിളിച്ചു തുടങ്ങുന്നത് എന്താണ്? അനഘ എന്നാണ് വിളിക്കുക. എവിടെ അത് വിളിക്കുക? 3ാമത്തെ ശ്ലോകത്തില് ലോകേസ്മിൻ വിവിധാനിഷ്ഠ പുരാപ്രോക്താമയാനഘ, അനഘ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് പാപമില്ലാത്തവനേന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്താണ് പാപം. അപ്പം ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി പാപത്തിനെ എന്താണ് വിശദീകരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ഉയരാത്തതാണ് പാപം എന്നല്ല അന്ന് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ കഴിവിനനുസരിച്ച് ഉയരാം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച്, ട്രൂ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉയരാതിരിക്കാൻ കാരണം എൻ്റെ രാഗദ്വേഷങ്ങൾ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് കൊടുക്കുന്നില്ല. ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞാൽ സെറ്റിൽഡാണോ? ഓക്കെ, അപ്പൊ സത്യത്തിൽ എന്താ പാപം? പാപം എൻ്റെ സ്വാർത്ഥതയാണ്. അപ്പം നമ്മള് പാപത്തിനെ സ്വാർത്ഥതയുമായിട്ട് ഇക്വേറ്റ് ചെയ്താണ്. പാപത്തിനെ സ്വാർത്ഥതയുമായിട്ട് ഇക്വേറ്റ് ചെയ്താണ്. ഇവിടെ ഈ സ്വാർത്ഥത, ഈ ആഗ്രഹമാണ് എന്താണ് ഏറ്റവും വലിയ പാപം. ഇതാണ് നമ്മുടെ ശത്രു എന്നറിയുക. നമ്മൾ അതുകൊണ്ടാണ് ആധ്യാത്മിക പാതയിൽ നടക്കും. ആധ്യാത്മിക പാത മാത്രമല്ല കേട്ടോ, ലോകത്തിൽ നമ്മൾ ചരിക്കുന്ന സമയത്ത് ആദ്യം ഇല്ലാതാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഈ ആഗ്രഹം. ഈ ആഗ്രഹം ഉണ്ട് എങ്കിൽ, ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ നമ്മള് തൃപ്തിയോടുകൂടി ഇരിക്കത്തേയില്ല. എന്റെ സ്വാമി രാവിലെ എന്നെ വിളിച്ചിട്ട് ആകെ കൂടി ഇത്തിരി ആഗ്രഹമേ ഉള്ളൂ, ആ ആഗ്രഹം കൂടി ഇല്ലാതാക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നെല്ലാം ചോദിക്കും. ഈ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ അവര് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഡ്രീം ബിഗ് എന്നെല്ലാം അവർ പറയുന്നത്. അത് വേണ്ടെന്ന് നമ്മളും പറഞ്ഞിട്ടില്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താണ് പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ, എന്നാ ധർമാർത്ഥ കാമ മോക്ഷം, ഇത് വേണ്ടതാണ്. അതിൻ്റെ അകത്ത് കാമമുണ്ട്. പക്ഷെ ധാർമ്മികമായിട്ടുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ തെറ്റായിട്ടുള്ള അധാർമികമായിട്ടുള്ള കാമം, അത് തന്നെയാണ് ക്രോധവുമാകുന്നത്. അതാണ് ഇവിടെ ശത്രു എന്ന് തിരിച്ചറിയുക. എന്നിട്ടോ ഇതെന്താണ്, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള എക്സാമ്പിളിനെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കാമമാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ പ്രശ്നമാകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് എന്താണ് ജ്ഞാനത്തിനെ മറയ്ക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ലെവലിലുള്ള എക്സാമ്പിളിനെ നമ്മുടെ മുമ്പിലോട്ട് വെക്കണം. 3 കാര്യങ്ങൾ. ഒന്ന്, തീയെ പുക മറയ്ക്കുന്നത് പോലെ. 2, കണ്ണാടിയിൽ അഴുക്ക് പിടിച്ചതുപോലെ. 3, ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം. അതായത് എന്താണ്, മറുവെള്ളിയാൽ ഗർഭസ്ഥ ശിശു ആവൃതമായിരിക്കുന്നത് പോലെ. ഇതെങ്ങനെയാണ്, എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ
ആഗ്രഹം എത്രത്തോളം ശക്തമാണ്, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉദാഹരണം പറഞ്ഞാല്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീം വേണം എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. ഇത് എത്രത്തോളം ശക്തമാണ്? ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ കുറച്ച് പേര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഈ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളില് ഐസ്ക്രീമിനോടുള്ള ആഗ്രഹത്തിന്റെ ഇന്റൻസിറ്റി വ്യത്യസ്തമായിരിക്കും. എങ്ങനെയായിരിക്കും വ്യത്യസ്തം? അതായത് ഒരാള് വിചാരിക്കും ഐസ്ക്രീം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ആഗ്രഹം പോയിട്ടുണ്ടായിരിക്കും. അതായത് തീയില് പുക മറഞ്ഞിരിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ പുക തീയെ മറയ്ക്കുന്നത് പോലെയാണ്. എന്നൊന്ന് ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകും. എന്നിട്ട് ഈ വൃത്തിയായിട്ട് കത്തും. ഒന്ന് ഊതണം, അത്ര തന്നെ ഉള്ളൂ. അതേപോലെ ഐസ്ക്രീം വേണ്ട എന്നൊരൊറ്റ തീരുമാനം വെച്ചാൽ മതി. നമ്മുടെ ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് നമ്മള് അതിന്റെ ആ ഒഴുക്കിനനുസരിച്ച് പോകാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് എനിക്കിത് വേണ്ടാന്ന് ചിലപ്പോ ഒന്ന് പറഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ കുട്ടികളുടെ അടുക്കൊക്കെ പറയും, നിങ്ങള് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറയുന്ന സമയത്ത് ഇതൊന്നും വേണ്ട എന്ന് തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ കൊണ്ടുവരുന്നില്ലായിരിക്കും. ചിലപ്പോൾ 1 2 പ്രാവശ്യം പറയേണ്ടി വരുമായിരിക്കും. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില സമയം ഈ കാമം എങ്ങനെ ആയിരിക്കും? അത് ചില കാര്യങ്ങളോടുള്ള ആഗ്രഹം എങ്ങനെ ആയിരിക്കും? തീയെ പുക മറച്ചത് പോലെയാണ്. എന്നൊരൊറ്റ ഊതില് ആ കാമം ഇല്ലാതായി പോവാം. എന്നിട്ട് ഞാൻ അറിയാം, ചിലത് അങ്ങനെ ഒരു ഒറ്റ ഊത്തിൽ തീരത്തില്ല. പിന്നെ എങ്ങനെ? കണ്ണാടിയില് അഴുക്ക് വ്യാപിച്ചതുപോലെയാണ്. അപ്പൊ അത് ഊതിയാൽ മാത്രം പോരാ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോപ്പെല്ലാം ഇട്ടൊന്ന് കഴുകണം. അപ്പോഴേ കണ്ണാടി വൃത്തിയാകും. മനസ്സിലായി? അതായത് ഞാൻ ഐസ്ക്രീം എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. വീണ്ടും ഐസ്ക്രീംകാരന്റെ മണ്ണിയടി സൗണ്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ തോന്നും. അപ്പൊ എന്ത് ചെയ്യുക? ഞാൻ എന്റെ പൈസ എടുത്ത് മാറ്റിയേക്കാം, ഞാൻ പോകത്തിൽ തീരുമാനിക്കുക. ഐസ്ക്രീം കഴിക്കേണ്ട സമയത്ത് ഞാൻ വേണമെങ്കിൽ കുറച്ച് തൈര് കുടിക്കും, അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് ലസ്സി ആക്കിയാൽ കഴിക്കും. ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. ലസ്സിയും തൊണ്ടയ്ക്ക് പ്രശ്നമല്ല. അല്ലല്ല, ഐസ്ക്രീം വേറെ എന്തെങ്കിലും പ്രശ്നമാണ്, ഐസ്ക്രീം വേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാനൊരു എഫേർട്ടും കൂടി ഇടണം. വെറുതെ ഊതിയാൽ എന്റെ കാമം പോലെ. നമുക്ക് ആലോചിച്ച് നോക്കൂ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എനിക്ക് ചില കാര്യങ്ങളോട് ആഗ്രഹമുണ്ട്, അത് എന്നുള്ളൊരു ഊത്തില് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഇല്ലാതാവില്ല. പിന്നെയോ ആ ആഗ്രഹം ഇല്ലാതെയാക്കാനുള്ള ഒരു പ്രവൃത്തിയും കൂടെ നമ്മൾ ചെയ്യും. മൂന്നാമത്തെ എന്താണ്? അത് ഇതിനേക്കാൾ കുറച്ചും കൂടെ വളരെ രൂഢമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ടാണ് എങ്ങനെയാണോ ഗർഭസ്ഥ ശിശുവിനെ മറുപിള്ളയാൽ മൂടപ്പെട്ടിരിക്കുന്നത് അതുപോലെ അതിന് പണിയെടുത്താൽ മാത്രം പോരാ, പിന്നെന്താ, വെയിറ്റും ചെയ്യണം. 9 മാസം നമ്മൾ വെയിറ്റ് ചെയ്താലേ കുട്ടി വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പണിയെടുത്തോണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം ഞാൻ പണിയെടുത്തു എന്നുള്ളത് കൊണ്ട് എന്റെ കാമം ഇല്ലാതായോ? ഇല്ല, ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തോണ്ടിരിക്കണം. നമ്മൾ സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളോടൊക്കെ പറയും, സ്വാമി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇമാതിരി ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക എന്നെല്ലാം ചില ആൾക്കാർ പറയാറുണ്ട്. കാര്യം നമ്മുടെ വാസന അത്രത്തോളം ആഴത്തിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരിക്കും. അങ്ങനെ മഹാത്മാക്കളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ഭഗവാന്റെ നാമം ഒരു പ്രാവശ്യം ജപിച്ചു, അവർക്ക് കിട്ടേണ്ട കിട്ടിയതാണ്. വേറെ ചില ആൾക്കാർക്ക് എന്താണ്, കുറച്ച് നാള് ഈ ഒരു സാധനാ പദ്ധതിയിൽ കൂടെ പോയ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വരാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എന്താണ്, കുറച്ച് നാള് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ല ഞാനത് ഉപേക്ഷിച്ചു എന്നല്ല, പിന്നെന്താണ്, കൃത്യമായിട്ട് വീണ്ടും 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 ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ നോക്കിയാൽ സാത്വിക ആഗ്രഹങ്ങള് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ മതി. സാത്വിക ആഗ്രഹങ്ങൾ ഇത് വേറൊരു രീതിയിൽ കാണുന്നതാണ്. ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്ന ആഗ്രഹം സാത്വികമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അത് പെട്ടെന്ന് പോവാം. മനസ്സിലായില്ലേ? ഇല്ലേ? വേണ്ട, ക്ഷേത്രത്തിൽ ഇപ്പൊ ഒരു കളിയുണ്ട്,
ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയുണ്ട്, അത് കാണാം, ഓക്കെ ഇത് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകാമല്ലോ, ഇന്നത്തെ കളി ഇന്ന് തന്നെ കാണണമല്ലോ എന്ന് പറഞ്ഞിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ. സാത്വിക ആഗ്രഹങ്ങളെ രൂപപ്പെട്ടാണ് പോകുന്നത്. രാജസിക ആഗ്രഹങ്ങള് ഒരു ഇത്തിരിയും കൂടെ നമ്മളെ അവിടെ പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ട്. താമസിക ആഗ്രഹങ്ങള് ആഴത്തിൽ നമ്മുടെ ഉള്ളില് വേരൂന്നിട്ടുണ്ടായിരിക്കും. നമ്മളെ അത് തമസിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ അലേർട്ടാവണം. ഇനിയോ ഇതിനേക്കാളും ഈ ഒരു ഉദാഹരണത്തിന്റെ വേറൊരു രീതിയിൽ കൂടെ നോക്കാം. നമ്മുടെ പ്രാരബ്ധം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരും. ഈ സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വിടാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചില സമയത്ത് ആ സിറ്റുവേഷനെ ഞാൻ എന്നൊന്ന് ഊതിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ അഗ്നിയെ പുക മൂടിയിരിക്കുന്ന സമയത്ത് ഒരു കാറ്റ് വരുന്ന സമയത്ത് ആ പുക മാറിയിട്ട് അഗ്നി ജ്വലിക്കുന്നത്, അതേപോലെ ഒരു ഒറ്റ അറ്റംപ്റ്റിൽ ചിലപ്പോൾ ശരിയായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരും. ചില സമയത്ത് ഒരു ഊത്തില് നടക്കത്തില്ല. പിന്നെന്താണ്, നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് പണിയെടുത്ത് നോക്കണം. പണിയെടുത്ത് തുടച്ചു വൃത്തിയാക്കിയാൽ ജീവിതത്തിലെ നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും. മൂന്നാമത്തത് വളരെ പ്രധാനമാണ്. ചില സമയത്ത് നമ്മൾ പണിയെല്ലാം എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളൊരു കാര്യം വരാതെ വീണ്ടും നമ്മൾ അത്ര ഗംഭീരമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ അല്ല പോകുന്ന സമയത്ത് മനസ്സ് തളരാൻ പാടില്ല. നമുക്ക് ഉറപ്പുണ്ടാകണം. എന്തുറപ്പുണ്ടാകണം? സമയം ഇതിനെ മാറ്റും. ഗർഭസ്ഥ ശിശു എങ്ങനെയാണോ മറുപിള്ളയാൽ മുടപ്പെട്ടത്, അതിന് കൃത്യമായിട്ടുള്ള സമയം കൊടുക്കണം. നേരത്തെ വരുന്ന പുറത്ത് വരുന്ന പ്രശ്നം ആണല്ലോ, അതിന് വേണ്ട സമയം കൊടുക്കണം. അതേപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി കൊണ്ടെടുത്തോണ്ടിരിക്കണം. അതിൽ തളരാൻ പാടില്ല. അതിന്റെ കൃത്യസമയം ആകുന്ന സമയത്ത് എനിക്ക് വെളിയിൽ വരാൻ പറ്റും എന്നുള്ള ബോധ്യത്തോടുകൂടി പണിയെടുക്കും. അതിന് വേണ്ട സമയം ആകുന്ന സമയത്ത് അത് വെളിയിൽ വരും. ഈ രീതിയിൽ ഉദാഹരണം പറഞ്ഞു. അതിനുശേഷം എങ്ങനെയുള്ളതാണ് ഈ കാമം എന്നുള്ളതിനെ പറ്റി ഭഗവാൻ പറയും. കാമമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. കാമത്തിന് ഈ 3 തലത്തിൽ നീ നോക്കി മനസ്സിലാക്കണം. ചിലപ്പോൾ ഒന്ന് ഊതിയാ പോകും, ചിലപ്പോൾ ഒന്ന് തുടച്ചാൽ പോകും, ചിലപ്പം പണിയെടുത്തുകൊണ്ടിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ കാമം എന്നുള്ളതാണ് അർജുന, ഇത് നിറയ്ക്കാൻ, അതായത് തൃപ്തിപ്പെടുത്താനാകാത്തതാണ്. അത് എത്ര നീ കൊടുത്താലും ഇത് തൃപ്തിയാകത്തില്ല. അത് തീ പോലെയുള്ളതാണ്. അത് പൊള്ളിക്കുക മാത്രമല്ല കാമം, പിന്നെന്താണ്, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വലുതാകുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ഒറ്റ മാർഗ്ഗമുണ്ട്, എന്താ, ഇത് ഇല്ലാതാക്കാനേ നമ്മൾ ശ്രമിക്കാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇത് ഇല്ലാതാകുമെന്ന് വിചാരിക്കേണ്ടതാണ്. ഇതെന്താ കാര്യം വെച്ചാല് വെസ്റ്റേൺ ഫിലോസഫിയിൽ അങ്ങനെയാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നേടുക. നേടിക്കഴിയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആ ഒരു തൃപ്തിയിലേക്ക് പോകുന്ന, അങ്ങനെ നടക്കില്ല. നമ്മള് ചിലപ്പോ തീയെ പുക മറയ്ക്കുന്ന സമയത്ത് പുകയെ ഊതിക്കളയുന്ന കണക്ക് കളയേണ്ടി വരും. ചിലപ്പോ കണ്ണാടിയിൽ അഴുക്ക് പറ്റുന്ന സമയത്ത് അഴുക്ക് ഉരച്ച് കളയുന്ന കണക്ക് കളയേണ്ടി വരും. ചിലപ്പോ നമ്മള് ഗർഭസ്ഥ ശിശുവിനെ മറുപടിയുള്ള മൂടുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുന്ന കണക്ക് അങ്ങനെ തന്നെ കളയണം. അല്ലാതെ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു പ്രാവശ്യം ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഐസ്ക്രീം ആഗ്രഹം നിർത്തിക്കളയാം എന്നുള്ള ചിന്ത നടക്കില്ല. കാര്യം എന്താണ്, ഇത് നിറയ്ക്കാൻ, തൃപ്തനാക്കാൻ പറ്റാത്തതാണിത്. അതിനേക്കാൾ ഉപരി തീയെ പോലുള്ളതാണ്. എന്താ, തീയിലേക്ക് ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുത്താൽ തീ വലുതാകത്തേ ഉള്ളൂ, അത് ചെറുതാവില്ല. ആണോ അല്ലേ? അങ്ങനല്ലേ? നമ്മൾ തീയിലേക്ക് കൂടുതൽ വിറകിട്ടാൽ അല്ലെങ്കിൽ ഇന്ധനം ഇട്ട് കഴിഞ്ഞാൽ തീ വലുതായി കൊണ്ടിരിക്കുന്നതാണ്. ഇത് അതേപോലെയാണ്. ഇത് ജ്ഞാനിക്ക് നിത്യശത്രുവാണ്. ഇതിനെ കൊണ്ട് വിവേകം കൂടും. ഒന്ന് തീ പോലുള്ളതാണ്, പൊള്ളിക്കുന്നതാണ്, പ്രശ്നക്കാരനാണ്. 2, ജ്ഞാനിക്ക് നിത്യശത്രുവാണ്. നമുക്ക് ജ്ഞാനം നേടാനുള്ള ആളാണെങ്കിൽ, അറിവ് നേടാനുള്ള ആളാണെങ്കിൽ ഈ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, അത് നിത്യശത്രുവാണ്. അതുമാത്രമല്ല, ഇത് നമ്മുടെ വിവേകത്തിനെ, ശരിയായിട്ട് ചിന്തിക്കേണ്ടതിനെ, ശരിയെന്ത് തെറ്റെന്ത് എന്നുള്ളതിനെ ആഗ്രഹങ്ങള് കാമം മൂടും, മറയ്ക്കും. നമ്മൾ നോക്കിയാൽ മതി.
എന്ന് പറയാറില്ലേ, നമ്മുടെ മക്കളോടുള്ള സ്നേഹമാണ് എന്ത് തീരുമാനം എടുക്കേണ്ടതിൽ നിന്ന് നമ്മുടെ കണ്ണിനെ മൂടിക്കെട്ടിയത് ഇതെല്ലാം നമ്മൾ പറയും. സത്യമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ പിഴച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ നമുക്ക് തെറ്റായിട്ടുണ്ട് നമുക്ക് പിന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ, വേറെ ആരും പറഞ്ഞു തരുന്നല്ല, നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അവിടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയോ അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്വാർത്ഥത വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വാർത്ഥതയെ പാപം എന്ന് വിളിക്കുക, ഈ കാമം പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്യുക. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ഇത് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തത് കൊണ്ട് ഇത് തൃപ്തിപ്പെടില്ല, ഇത് തീയെ പോലെ വലുതാകത്തേ ഉള്ളൂ, ഇത് യഥാർത്ഥ ജ്ഞാനത്തിന് ശത്രുവാണ്, ഇത് വിവേകത്തിനെ മറയ്ക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിന് വേണം ഞാൻ ആഗ്രഹങ്ങളെ ഡീൽ ചെയ്യാൻ. ഒരു ദിവസം നമ്മുടെ ഉള്ളിലേക്ക് എത്ര ആഗ്രഹങ്ങൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ അല്ലേ, ഒന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിന് ഈ ആഗ്രഹങ്ങൾ കൂട്ടാനാണ് ഈ പരസ്യത്തിൽ കൂടെ പല പല കാര്യങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത് ആണല്ലേ. ഈ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് വേണം ഈ ആഗ്രഹങ്ങളെ എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഞാൻ പോകേണ്ട വഴിക്ക് ഇതെന്നെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം ഞാൻ ഈ ആഗ്രഹങ്ങളെ എന്റർടൈൻ ചെയ്യാൻ. ഈ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് ഒക്കെ ആകുന്ന ആൾക്കാരുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ പറയും. മര്യാദയ്ക്കുന്ന ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ആഗ്രഹം എന്നൊക്കെ. അത് ചോദിക്കി അവരാ പക്ക ഡയറ്റിലായിരുന്നു. ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കുറച്ച് ആളുകൾ കണ്ടു. ഇദ്ദേഹം വെജിറ്റേറിയൻ ആകാനുള്ള കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതില് ഇദ്ദേഹം വെജിറ്റേറിയൻ ആകണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അത് ഡോക്ടർ കൊടുത്തൊരു പഥ്യം. അതുകൊണ്ട് അദ്ദേഹം സ്പെഷ്യൽ വാട്ടർ, വെള്ളമേ കുടിക്കുകയുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റ് വളരെ ഗംഭീരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഫീൽഡിൽ വിജയിക്കണം എന്നുണ്ട് എങ്കിൽ ഉള്ളിലുള്ള കുറെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചാലേ ഇവിടെ വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമയാണ് എങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, അതൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ ആഗ്രഹത്തിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ആഗ്രഹം വിവേകം മറക്കുന്നതാണെന്നും കൊടുത്ത് നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതാണ് എന്നും അതിനേക്കാളുപരി ജ്ഞാനത്തിന് നിത്യശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹത്തിനെ ഡീൽ ചെയ്യണം. എന്നിട്ട് ഈ ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഈ കാമത്തിന്റെ ഇരിപ്പിടം എവിടാണെന്ന് അറിയണം. അതാണ് ഭഗവാൻ അടുത്തത് പറയുക. ഇത് എവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ നേരിട്ട് പോയി അല്ലെങ്കിൽ പോയി യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ പറ്റുള്ളൂ. ഈ സാധനം എവിടെ ഇരിക്കുന്നത്, അതാണ് അടുത്ത പോയിന്റ് പറയുക. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇത് കാമത്തിന്റെ ഇരിപ്പിടമാണ് എന്ന് പറയുന്നു. ഈ കാമം ഇവയെ കൊണ്ട് ജ്ഞാനത്തെ മറച്ചിട്ട് ജീവനെ മോഹിപ്പിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഇന്ദ്രിയത്തിൽ എവിടെ കാമം ഇരിക്കുക, ആഗ്രഹം ഇരിക്കുക? ഇന്ദ്രിയങ്ങളാണ് വിഷയഗ്രഹണം നടത്തുന്നത്. കണ്ണ് രൂപത്തിനെ കാണും, ചെവി ശബ്ദത്തിനെ കേൾക്കും, മനസ്സിലായില്ലേ? നാക്ക് രുചിയെ അറിയും. അപ്പം ഇന്ദ്രിയത്തിൽ കാമം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? അത് ചെയ്യുന്നത് വിഷയഗ്രഹണത്തിൽ കൂടെ. ഇന്ന് പിസയാകാം, അത് നോക്കപ്പോ നമുക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, മനസ്സിലായില്ലേ? ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഞാൻ മറ്റേതിലേക്ക് പോയിക്കോളാം, അല്ലെങ്കിൽ ഈ റീൽസ് കണ്ടിട്ട് ഒരു റീലും കൂടെ കണ്ടിട്ട് ഞാൻ ഈ സാധനം നിർത്താം എന്നുള്ള പറയത്തില്ലേ ചില സമയത്തൊക്കെ? അതേപോലെ ഇപ്പം ഇന്ദ്രിയങ്ങളില് വിഷയഗ്രഹണമായിട്ട് കാമം വർത്തിക്കും. മനസ്സില് കാമം എവിടെ ഇരിക്കുന്നത്? മനസ്സില് സ്മരണയായിട്ടാണ്. ഇന്നലെ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ? രാവിലെ 7:30 9 മണിക്ക് ഓഫീസിൽ പോയാൽ മതി, അത് മുമ്പ് വരെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ആ സ്മരണ. അതല്ലെങ്കിൽ ഞാൻ മിനിങ്ങാന്ന് കഴിച്ച കാര്യത്തിനെ പറ്റി, മിനിങ്ങാന്ന് കണ്ട കാര്യത്തിനെ പറ്റി
ഇനി ഞാൻ ചെയ്ത കാര്യത്തിനെ പറ്റി ഈ സ്മരണയുടെ രൂപത്തിലാണ് കാമം മനസ്സിലിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണമാണെങ്കിൽ മനസ്സില് ഈ രീതിയിലിരിക്കും. ബുദ്ധിയില് തെറ്റായ തീരുമാനം എടുപ്പിക്കുകയാണ് കാമം ചെയ്യുക. ബുദ്ധി കൊണ്ട് എനിക്ക് ഇല്ലേ, പിന്നെ ഇഷ്ടംപോലെ ബുദ്ധിയാ, കൊട്ടക്കണക്കിന് ബുദ്ധി നമ്മൾ വർക്കില്ല, അതൊക്കെ ഉണ്ട് അതൊക്കെ. പക്ഷെ കാമം എങ്ങനെ വർക്കൗട്ട് ചെയ്യുക? കാമം തെറ്റായ തീരുമാനം എടുപ്പിച്ചുകൊണ്ടാണ് കാമം വർക്കൗട്ട് ചെയ്യുക. എങ്ങനെ ഈ കാമത്തിനെ ഇല്ലാതെയാക്കാം? അതാണല്ലോ മെയിൻ പോയിന്റ്. എങ്ങനെ ഇതിനെ ഇല്ലാതെയാക്കാം? അതുകൊണ്ട് അർജുന ഭഗവാൻ ഇങ്ങനെ തുടങ്ങുന്നത് എന്താ? തസ്മാ, അതുകൊണ്ട് എന്താണ് അർജുന, നീ ആദ്യം ഇന്ദ്രിയങ്ങളെ ഒതുക്കിയിട്ട് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന പാപിയായി കാമത്തെ കൊണ്ടുപോകണം. കാര്യം നമുക്ക് ഏറ്റവും ഗ്രോസിൽ നിന്നേ, ഏറ്റവും സ്ഥൂലമായതിൽ നിന്നേ സൂക്ഷ്മത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സ് വളരെ സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങള് സൂക്ഷ്മമാണ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് മനസ്സിനെ വെച്ച് നോക്കുമ്പോൾ സ്ഥൂലമാണ്. മനസ്സിലായില്ലേ? അപ്പം എളുപ്പം എന്താ നമുക്ക്? ഇപ്പൊ കണ്ണടയ്ക്കുക, ചെവി പൊത്തുക എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഐസ്ക്രീം തിന്നുന്നതിൽ നിന്നും അതിനേക്കാൾ എളുപ്പം. ഒരു ഐസ്ക്രീംകാരൻ അങ്ങോട്ട് പോകുമ്പോൾ അയാളെ നോക്കാതെ കണ്ണടയ്ക്കുക എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഐസ്ക്രീം തിന്നുന്നതിനേക്കാൾ അല്ലെങ്കിൽ തിന്നാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം. നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സാധനകളില്, നമ്മളുടെ വ്രതങ്ങളില് ഏറ്റവും തുടക്കം എന്താണ്? ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് വെക്കുക. കാര്യം അതാണ് നമുക്ക് ആചരിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ശരീരത്തിനെ നമുക്ക് എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. എന്താ? ഇന്ദ്രിയങ്ങളെ ഒതുക്കിയിട്ട് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ കാമത്തിനെ കൊന്നുകളയാണ്. ഇന്ദ്രിയങ്ങളെ ഒതുക്കാൻ ശ്രമിക്കും. ഇന്ദ്രിയങ്ങൾ ഒതുക്കി കഴിയുമ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിനെ പിടിക്കാൻ പറ്റും. മനസ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബുദ്ധിയെ പിടിക്കാൻ പറ്റും. ഇത് ഈ ഒരു പോയിന്റിലേക്കാണ് ഭഗവത്ഗീത കൊണ്ട് ചെന്നെത്തിക്കുക. എന്താണ്? ഒരു കാര്യം ഓർക്കുക, ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ മികച്ചത് ഇന്ദ്രിയമാണ് എന്ന് മനസ്സിലാക്കും. ഈ ഒരു ഹൈറാർക്കിയെ പറ്റി പറയണേ. എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താന്ന് പറയും. നമ്മള് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ പിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃത്യമായിട്ട് ആ റോഡ് മാപ്പ് നമ്മുടെ മുമ്പിലേക്ക് ഇടുകയാണ്, റൂട്ട് മാപ്പ് ഇടുകയാണ്. എന്താണത്? ഈ കാണുന്ന വിഷയങ്ങളാണോ അതോ എൻ്റെ ഇന്ദ്രിയമാണോ മികച്ചത്? ഒരു സംശയവും വേണ്ട. വിഷയങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളാണ് ഉയർന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് വിഷയങ്ങളെ കട്ട് ഓഫ് ചെയ്യാം. ഇന്ദ്രിയങ്ങൾ അവിടെ എന്തൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ എൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് പിന്നെ നമ്മൾ പോകുന്നില്ല. ഇവിടെ ഈ ഒരു കാര്യം, നീ ഇന്ദ്രിയങ്ങളാണോ സ്ഥൂലമായിട്ടുള്ളത്, മനസ്സാണോ? ഒരു സംശയം വേണ്ട, മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ്. ഓക്കെ, എനിക്ക് കണ്ണിങ്ങനെ അടയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ കണ്ണിങ്ങനെ അടയ്ക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കണ്ണടച്ചാലും ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടോണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പം എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നത്, കുറച്ചും കൂടെ സ്ഥൂലമായിട്ടുള്ളത് എൻ്റെ ഇന്ദ്രിയങ്ങളാണ്. അതിനേക്കാൾ സൂക്ഷ്മമാണ് എന്ത്? മനസ്സ്. ഈ മനസ്സിനെ അതിനേക്കാൾ സൂക്ഷ്മം മനസ്സിനെ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ഈ ബുദ്ധിയേക്കാൾ ഉയർന്നത് എന്താണ്? അത് ആത്മാവാണ് എന്നാണ്. ആ പരമാത്മ. ഈ ആത്മാവിനെ അറിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതിലേക്കാണ് ഭഗവാൻ കൊണ്ടുചെന്നെത്തിക്കുക. എന്നിട്ട് ഭഗവാൻ പറയും, എന്ന് പറയും, അർജുന, നീ ആ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഈ കാമത്തിനെ ഇല്ലാതെയാക്കുക. അവസാന ശ്ലോകമാണ് എന്താണ്? മഹാപരാക്രമശാലിയായ അർജുന, ഇങ്ങനെ ബുദ്ധിക്കും അതീതമായ
ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നിശ്ചലമാക്കി വിഷയങ്ങളിൽ പ്രവർത്തിക്കാതാക്കി കാമരൂപിയും ദുർജയനുമായ ശത്രുവിനെ വിജയിക്കും. എന്തായിരുന്നു ഇവിടെ പറഞ്ഞു വരുന്നത്? നമ്മൾ ഇതിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇടയിലായിരിക്കും നിൽക്കുക. ചിലപ്പം നമ്മൾ ഇന്ദ്രിയ വശംവദനായിട്ടായിരിക്കും നിൽക്കുക, ചിലപ്പം ഇന്ദ്രിയങ്ങളുടെ മേൽ മനസ്സിൽ കൺട്രോളുള്ള ഒരാളായിരിക്കും, പക്ഷെ ബുദ്ധി പൂർണ്ണമായിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ആദ്യം കാണിച്ചത്. പക്ഷെ അവസാനം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ, കാമമാണ്. ഈ കാമത്തിനെ നിയന്ത്രിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ എന്ന് ഓർത്തോണം. എന്താണ് ആ മാർഗം? ഞാൻ ആത്മസ്വരൂപിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മോക്ഷത്തിലേക്ക് ഉയരുക എന്നുള്ളത് മാത്രമാണ് ഫൈനൽ സൊല്യൂഷൻ എന്ന് ഓർത്തോണം. എന്താ പറയും? ഈ വ്യാവഹാരിക തലത്തിൽ നമ്മൾ പല രീതിയിൽ കാമത്തിനെ നേരിടുന്നുണ്ടായിരുന്നു. ആഗ്രഹങ്ങളെ പല രീതിയിൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും മനസ്സിനെ നിയന്ത്രിച്ചും ബുദ്ധിയെ നിയന്ത്രിച്ചൊക്കെ നമ്മൾ കാമവുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ പോലും ചെയ്തുകൊണ്ടിരിക്കുക ആണോ അല്ലയോ? അതെ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും. അപ്പം എൻ്റെ മനസ്സ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ അവിടെ പോയ സമയത്ത് ഇന്ദ്രിയ മെസ്സേജ് എന്താണ് ഒന്ന് നോക്കണം എന്നുണ്ട്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ധാരണ നോക്കണ്ടെന്ന് വെച്ചു. അപ്പൊ അവിടെ മനസ്സും ബുദ്ധി ഇൻവോൾവ് ആയി. ഓക്കെ. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, സംസാരിക്കുന്നിടയ്ക്ക് വളരെ വലിയൊരു പ്രൗഢമായിട്ടുള്ള ഓഡിയൻസിന്റെ മുമ്പിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു പ്രസംഗം നടക്കുന്ന സമയത്തായിരിക്കും ഒരു ഫോൺ വരുന്ന സമയത്ത് ആൾക്കാർ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഫോണിൽ ഞാൻ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വിളിക്കാതെ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവിടെ അവരുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, അവരുടെ മനസ്സ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും കാമവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഇന്ദ്രിയങ്ങളുടെ ലെവലിലായിരിക്കും, ചില സമയത്ത് മനസ്സിന്റെ ലെവലിലായിരിക്കും, ചില സമയത്ത് ബുദ്ധിയുടെ ലെവലിലായിരിക്കും. ഇന്ദ്രിയത്തിന്റെ ലെവലിനേക്കാളും എനിക്ക് റിസൾട്ട് നൽകുന്നത് മാനസികമായിട്ട് ഞാൻ കാമത്തിനോട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. അതിനേക്കാൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് ബൗദ്ധികമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ കാമത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും. ആ ഒരു ഹൈറാർക്കി മനസ്സിലായത്. പക്ഷെ ഓർത്തോളൂ, എന്താണ് പൂർണ്ണമായിട്ട് ഈ കാമത്തിനെ ജയിക്കാൻ പറ്റുന്നത് എപ്പോഴേ ഉള്ളൂ? ഞാൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിയുന്നതാണ്. ആത്മാവിനെ അറിയുന്ന സമയത്ത് മാത്രമേ ഈ കാമത്തിനെ ആഗ്രഹത്തിൽ നിന്ന് വിടുതലുള്ളൂ. എന്താ പറയും? ഇത് നമുക്ക് വീണ്ടും പണ്ടെടുത്ത ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ പോവാം. എന്താണ് ക്ലാസ്? എന്താ നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം? നമ്മുടെ ജീവിത ലക്ഷ്യം മോക്ഷം. എന്താ മോക്ഷം? പല രീതിയിൽ പറയുന്നത് നീ ആരാണെന്ന് അറിയുകയാണ്, നീ പൂർണ്ണ സ്വരൂപിയാണെന്ന് അറിയുന്നതാണ്, നീ ആനന്ദ സ്വരൂപിയാണ്, നീ സച്ചിദാനന്ദനാണ് എന്ന് അറിയുന്നതാണ്, നീ ഭയമില്ലാത്തവൻ എന്നറിയുന്നവനാണ്, നീ ധീരനാണ് എന്ന് അറിയുന്നതാണ്. ഇങ്ങനെ പല 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 രീതിയിൽ ആചാര്യന്മാർ പറയും. സത്യത്തിൽ എന്താണ്? എനിക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ തൃപ്തനായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് മോക്ഷം എന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതിരിക്കാൻ പറ്റും സന്തോഷം. ആഗ്രഹം സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അത് കിട്ടിയാൽ എനിക്ക് തൃപ്തിയാകും എന്നുള്ളതാണ് ആഗ്രഹം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ല ആഗ്രഹം വർക്കാകുക? അത് കിട്ടിയാൽ എനിക്ക് തൃപ്തിയാകും. ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം എന്ന്. അത് എൻ്റെ നടക്കാത്ത സ്വപ്നമാണ് എന്നാ? ഇല്ല, ചിലപ്പോൾ ചെയ്യത്തില്ല. അത് കിട്ടിയാലേ എനിക്ക് സന്തോഷമുള്ളെങ്കിലോ എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടത്തില്ല. അപ്പൊ അതില്ലേലും ഓക്കെ, കുഴപ്പമില്ല. ഇനിയോ എൻ്റെ ആഗ്രഹമാണ് ഇവിടെ 500 പേര് വരണം എന്നുള്ളത്. നടക്കണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ഓരോ സമയത്തും ഈ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ എൻ്റെ അപൂർണതയാണ് സൂചിപ്പിക്കുക. പക്ഷെ സത്യത്തില് എന്താണ്? ഞാൻ പൂർണ്ണനാണ്. കാര്യം ഇവിടെ ആൾക്കാർ വീഡിയോ ചെയ്തില്ല, ഓൺ ചെയ്തില്ല എങ്കിലും എനിക്ക് സന്തോഷത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇവിടെ 500 പേര് കേൾക്കാൻ ഇല്ല എങ്കിലും എനിക്ക് ഏറ്റവും പൂർണ്ണതയോടുകൂടി ആനന്ദത്തോടുകൂടി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലേ? പറ്റും.
ഇങ്ങനെ ഞാൻ അറിഞ്ഞാൽ, ഈ ഒരു അറിവിലേക്ക് ഞാൻ ഉയർന്നാൽ ഇവിടെ ഒരാളെ ഉള്ളൂ എങ്കിലും ആരും ഇല്ല എങ്കിലും എനിക്ക് തൃപ്തിയോടുകൂടി ഇരിക്കാൻ പറ്റും. ആണല്ലേ? ആലോചിച്ച് നോക്കേ. ആ രീതിയിൽ നോക്കുമ്പോ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എങ്കിലും ആനന്ദത്തോടു കൂടി ഇരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റുന്നത് എപ്പോഴാണ്? ഞാൻ ആത്മാവിനെ അറിയുന്ന സമയത്താണ്. അതറിയാത്തിടത്തോളം കാലം എന്താണ് ഈ കാമം, ഈ ആഗ്രഹം നമ്മളെ ബോധറിയിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ മനസ്സിന്റെ അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ ബുദ്ധിയുടെ അവസ്ഥയിലായിരിക്കാം. ഈ കാമം എന്നെ ബോധർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുവരെ ഞാൻ പൂർണ്ണനാണ്, എനിക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല, ഇല്ലാതെയും അനന്തമായിട്ട് സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി ദുഃഖമില്ലാതിരിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യത്തിൽ എത്തുന്നത് വരെ എന്നെ ഈ ലോകം ആഗ്രഹത്തിന്റെ രൂപത്തിൽ ബോധർ ചെയ്തുകൊണ്ടേയിരിക്കും. അഥവാ പറയും, നീ എന്നാണോ ആത്മസത്യമാണ് എന്ന് തിരിച്ചറിയുന്നത് അന്ന് ദുർജയനായിട്ടുള്ള കാമത്തിനെ ഈ രീതിയിൽ നീ ജീവിക്കൂ എന്ന് പറഞ്ഞു നിർത്തും. വീണ്ടും ഭഗവാൻ ഇതിനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റും? അതാണല്ലോ നമ്മൾ പഠിക്കണം. അതിന് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം നമ്മൾ പഠിക്കണം. നമുക്ക് ആ അധികാരിത്വം ഉണ്ടാണോ എന്നല്ല നമ്മൾ നോക്കണം. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ഒരു അധികാരിത്വത്തിലേക്ക് ഉയരാൻ പോവാണ്. നമ്മൾ സത്യത്തിൽ ഭഗവത്ഗീത പൂർണ്ണമായിട്ട് 2 തവണ കണ്ടു. ഭഗവത്ഗീത പറയാൻ ഉദ്ദേശിച്ചേക്കുന്ന കാര്യത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ 2 തവണ കണ്ടു. ഇങ്ങനെ പല അധ്യായങ്ങളിലും പൂർണ്ണമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പറയേണ്ട കാര്യം എന്താണ്? നിന്റെ ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതാക്കി ചിത്തശുദ്ധി ഉണ്ടാക്കൂ, വേണ്ട രീതിയിൽ സാധന ചെയ്ത് ചിത്ത ഏകാഗ്രത ഉണ്ടാക്കൂ, പിന്നെയോ ശ്രവണ മനന നിധ്യാസനം ചെയ്ത് നീ ആത്മസ്വരൂപിയായിട്ട് തിരിച്ചറിയൂ. ആ കാലത്ത് എന്താണ്? നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെയാകും, നീ തൃപ്തനോടുകൂടി ഇരിക്കും. ഇത്രേ ഉള്ളൂ ഈ കാര്യം. നീ എന്നും പൂർണ്ണനാണ് എന്ന് മനസ്സിലാക്കൂ എന്നുള്ളതാണ് ഇതിന്റെ എൻറ്റയർ ടീച്ചിങ്. പക്ഷേ ഇത് 2-3 പ്രാവശ്യം പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ആയിട്ടില്ല. ഇനി ഭഗവാൻ വേറൊരു രീതിയിൽ പറയും. അപ്പൊ ആ വേറൊരു രീതിയിൽ ഞാൻ 4-ാം അധ്യായത്തിൽ നല്ല പിടിക്കാൻ തുടങ്ങാം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നേരെ 16-ാം അധ്യായത്തിലേക്ക് പോകും. എന്താ 16-ാം അധ്യായം? 16-ാം അധ്യായം ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വേദാന്തം പഠിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഈവൻ ഭഗവത്ഗീതയുടെ അധികാരി നിർണയമാണ്. ഭഗവത്ഗീത വേഴ്സ് ബൈ വേഴ്സ് പിടിച്ചു പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് 16-ാമത്തെ അധ്യായത്തിൽ വന്നു എന്നുള്ളതെല്ലാം നമുക്ക് പിന്നെ കാണാം, അത് നമ്മൾ കാണാം. പക്ഷെ ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഈ അധികാരി നിർണയമാണ് 16-ാം അധ്യായത്തിലാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അർജുനൻ അധികാരിയാണെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു ഇല്ലേ? ഇനി നമ്മൾ ഓരോരുത്തരും എങ്ങനൊരു അധികാരിയാകും ഈ പറഞ്ഞ അറിവിന് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എന്തു ക്വാളിറ്റീസ് നമുക്ക് വേണം എന്നുള്ളതും എന്തു ക്വാളിറ്റീസ് നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതും 16-ാം അധ്യായത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ കാണാം. എന്നിട്ട് പിന്നെ വേറെ മാർഗങ്ങൾ ഓരോ അധ്യായങ്ങളിൽ നിന്നായിട്ട് നമ്മൾ എടുക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോവുക. ഇപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിപ്പിക്കാം. 1 പ്രാവശ്യം ചൊല്ലി ശാന്തി മന്ത്രത്തോടുകൂടി പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.